പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ റൂത്ത്ലെസ് ആയിട്ടുള്ള ആ ഒരു ഡിക്റ്റേറ്ററിനെ കേരളത്തിലെ പൊതുമണ്ഡലവും കേരളത്തിലെ പാർട്ടി അണികളും കൂടി നമ്മുടെ സമൂഹ മനസാക്ഷി എന്ന ശരീരത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞിട്ട് ഇന്ന് എത്ര ദിവസമായി എന്ന് ചോദിച്ചാൽ മെയ് 4 ശേഷം ഇപ്പോൾ ഏതാണ്ട് 16-17 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതാണ് 3 ആഴ്ചയാകാൻ പോകുന്നു. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിച്ചു കഴിഞ്ഞു എന്നത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയായിരുന്നു, ഇയാൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇന്ന് വീട്ടിലേക്ക് തന്നെ വരുമോ, അതോ അഴി എണ്ണുമോ, വീട്ടിൽ പോലീസ് വരുമോ, മക്കളെ ആരെയെങ്കിലും പോലീസ് പിടിക്കുമോ, എന്നെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെയുള്ള തോന്നലുമായിട്ടാണ് എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ 10 വർഷം എങ്ങനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എൻ്റെ അമ്മ ആശുപത്രിയിൽ ICU കിടക്കുമ്പോൾ എൻ്റെ ഒരു അടുത്ത ബന്ധു എന്നോട് ചോദിച്ചു, ഷാജി, നിങ്ങളെ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ കൊന്നില്ലല്ലോ, വലിയ അത്ഭുതം തോന്നുന്നു എനിക്ക്, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചില്ല എന്ന് ചോദിച്ചു. സത്യത്തിൽ ആ ഒരു ആശങ്കയിലായിരുന്നു ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം. 2017 നിങ്ങൾക്കറിയാം, ഒരു സമരം കാണാൻ പോയതാണ്, മഹിജയുടെ ഒരു നിരാഹാര സമരം കാണാൻ പോയിട്ട് 8 ദിവസം ജയിലിലിട്ടു. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ അമ്മ ഒരു നിരാഹാര സമരം നടത്തിയതുകൊണ്ട് എനിക്ക് ആരോഗ്യത്തോടു കൂടി, അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു നന്മ കൊണ്ടായിരിക്കാം എനിക്കന്ന് പുറത്തു വരാൻ കഴിഞ്ഞു. അതിനുശേഷം 2025 എൻ്റെ ഓർമ്മ, വീണ്ടും എന്നെ കസ്റ്റഡിയിലെടുത്തു. അന്ന് ഭാഗ്യവശാൽ ആ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് അക്കാര്യം ബോധ്യമായതുകൊണ്ട് എനിക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞു. അന്നെങ്ങനെയെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം എന്നായിരുന്നു ഈ ഏകഛത്രാധിപതിയുടെ ലക്ഷ്യം. കാരണം അതിരൂക്ഷമായി ഞാൻ അദ്ദേഹത്തെ അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ വിമർശിച്ചിരുന്നു. അതിനുശേഷം എൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. ഞാനും എൻ്റെ ഭാര്യയും ഇല്ലാതിരുന്ന സമയത്ത് പോലീസിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി റെയ്ഡ് നടത്തി. ഇതൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ അനുഭവിച്ചു. എനിക്ക് എത്തി പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിണറായി ഭരണം കഴിഞ്ഞോ, സുരക്ഷിതമായോ എന്നുള്ള സംശയം എന്നെ ഇപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ അധികാരത്തിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടിട്ടും ഇപ്പോഴും ആശങ്ക എന്നിൽ നിന്ന് വിട്ടൊഴിയുന്നില്ല. സുഹൃത്തുക്കളെ, 3 ആഴ്ചക്കാലമാകുന്നു, ആശങ്ക വിട്ടൊഴിയുന്നില്ല. എന്തായാലും അതൊരു വസ്തുതയാണ് എന്നത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പിണറായി പോയി. ഞാൻ യഥാർത്ഥത്തിൽ 3 മാസം മുമ്പ് മുതൽ തന്നെ പ്രതിപക്ഷം യൂട്യൂബിൽ പിണറായി പോകും എന്നും പറഞ്ഞിട്ട് പിണറായി പോകും എന്നുള്ള ഇത് ഞാൻ എൻ്റെ ഈ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ കൊടുത്തു. അതായത് 3 മാസം മുമ്പ് തന്നെ എല്ലാ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോഴും പിണറായി പോകും എന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2-3 ആഴ്ചക്കാലമായിട്ട് ഞാൻ നിലനിർത്തുന്നത് പിണറായി പോയി എന്നുള്ളൊരു ലോഗോയാണ്. നേരത്തെ പിണറായി പോകും എന്നുള്ള ലോഗോ ആയിരുന്നെങ്കിൽ ഇന്ന് പിണറായി പോയി എന്നുള്ള ലോഗോ. അന്ന് പിണറായി പോകും എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലോഗോ അന്നിട്ടതെങ്കിൽ ഇന്ന് പിണറായി പോയി എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലോഗോ ഞാനിപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പും ഒരു നേതാവിനെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ള ഒരൊറ്റ താല്പര്യത്തിൻ്റെ മേൽ ജനങ്ങൾ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഭരണാധികാരികളോട് എതിർപ്പ് തോന്നിയ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കരുണാകരനോട് എതിർപ്പ് തോന്നിയിട്ടുണ്ട് ഉള്ള തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയോട് എതിർപ്പ് തോന്നിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ഒരു ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ളൊരു എതിർപ്പാണ്. അല്ലാതെ പ്രത്യേകിച്ചുള്ളൊരു വലിയ എതിർപ്പായിരുന്നു. എന്നാൽ ഒരു മനുഷ്യനെ, ഇനി ഈ മനുഷ്യനെ ഒരു സെക്കൻഡ് സമയം പോലും അധികാരത്തിൽ നിലനിർത്തില്ല എന്നുള്ള ഒരൊറ്റ ഇച്ഛാശക്തിയോടുകൂടി, ഒരൊറ്റ തീരുമാനം, ഇച്ഛാശക്തിയോടുകൂടി, ആർജവത്തോടുകൂടി കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നടപ്പിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് 2026 ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് ആർക്കാണ് സുഹൃത്തുക്കളെ അറിയാൻ പാടുള്ളത്?
ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ മുഴുവൻ യു ഡി എഫിൻ്റെ കൂടെ നിന്നു, ക്രിസ്ത്യാനികൾ മുഴുവൻ യു ഡി എഫിൻ്റെ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഐകകണ്ഠേന ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി പോകണം, അല്ലെങ്കിൽ വിജയൻ പോകണം. പിണറായി വിജയൻ എന്ന് ഇയാളെ ഞാൻ അഭിസംബോധന ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. വിജയൻ പോകണം, വിജയനെ ഞങ്ങൾക്ക് വേണ്ട, വിജയൻ എന്ന ഏകാധിപതിയെ ഞങ്ങൾക്ക് വേണ്ട, വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് വേണ്ട എന്നൊരൊറ്റ തീരുമാനം, ആ ഒരൊറ്റ തീരുമാനം നടപ്പിലാക്കുകയില്ലേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ചെയ്ത്? ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കോട്ടെ, ഞാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളൊന്നും പറഞ്ഞു. ഏറ്റവും കൂടുതൽ പിണറായി പോകണമെന്ന് ആഗ്രഹിച്ച രാഷ്ട്രീയ കക്ഷിയുടെ അണികൾ ആരുടെയാണ്? CPM-ൻ്റെ അണികളല്ലേ. ഒറ്റ ലക്ഷ്യം. ആരാ പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ഏറ്റവും കൂടുതൽ പോളിംഗ് രാവിലെ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് എന്നാണ് പറഞ്ഞത്. രാവിലെ ഒരു 10-12 മണിക്കുള്ളിൽ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പോയി വോട്ട് ചെയ്തു. എന്താ? വിജയൻ പോകണം, വിജയനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആളുകൾ പോയി വോട്ട് ചെയ്തത്. അതിൽ ബഹുഭൂരിപക്ഷം CPM-ൻ്റെ അണികളായിരുന്നില്ലേ? അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എന്തായാലും വിജയനെ പറിച്ചെറിയാൻ, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോര കുടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അട്ടയെ പറിച്ചെറിയുന്നത് പോലെ, ഒരു കുളയട്ടയെ പറിച്ചെറിയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ പൊതുമണ്ഡലം എന്ന ശരീരത്തിൽ നിന്ന് ചോര കുടിച്ച് ചീർത്ത് വലുതായിക്കൊണ്ടിരുന്ന ഒരു അട്ടയെ പറിച്ചെറിയുന്ന ഒരു രീതിയിലല്ലേ പിണറായി വിജയനെ പറിച്ച് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞത് സുഹൃത്തുക്കളെ. അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞു. എവിടെയൊക്കെ CPM-ൻ്റെ കോട്ടകളുണ്ടോ അവിടെയെല്ലാം UDF-ന് വൻ ഭൂരിപക്ഷം. അത് തൃക്കരിപ്പൂരാവട്ടെ, അത് പയ്യന്നൂരാവട്ടെ, അത് ധർമ്മടമാകട്ടെ, മട്ടന്നൂരാവട്ടെ, ഇരിക്കൂറാവട്ടെ, പേരാമ്പ്രയാവട്ടെ, പൊന്നാനിയാവട്ടെ, ഉടുമ്പുചോലയാവട്ടെ, അത് തിരുവനന്തപുരത്തെ വാമനപുരമാവട്ടെ, എവിടെയൊക്കെ CPM-ൻ്റെ ഉറച്ച കോട്ടകളുണ്ടോ ആ ഉറച്ച കോട്ടകളിൽ UDF-ന് വൻ വിജയം നൽകിയതിൻ്റെയൊക്കെ ഒരേ ഒരു ഉദ്ദേശം എന്തായിരുന്നു? ഈ വിജയൻ എന്ന് പറഞ്ഞ അട്ടയെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് പറിച്ചെറിയുക എന്നുള്ളത് മാത്രമായിരുന്നില്ല സുഹൃത്തുക്കളെ. അതിനെന്താ സംശയം? എന്താ അതിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വ്യത്യാസം ഉണ്ടായിരുന്നു? ഒന്നുമില്ല. രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠേന കേരളത്തിലെ ജനങ്ങളെടുത്ത ഒരൊറ്റ തീരുമാനം, പിണറായി വേണ്ട, പിണറായി ഞങ്ങൾക്ക് മതിയായി, ഇനി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതിക്ക് കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പല്ലേ ഏപ്രിൽ 9 കഴിഞ്ഞത്. അതിൻ്റെ ഫലം ഇപ്പം നമ്മൾ കണ്ടില്ലേ? 102 സീറ്റ്. എന്നാലോചിച്ച് നോക്ക്. UDF-ന് കേരളത്തിന് ചരിത്രത്തിൽ ഇത്ര സീറ്റ് കിട്ടിയിട്ടുണ്ടോ? 2001 കിട്ടിയത് 99 സീറ്റാണ്, ഇപ്പം 102. UDF-ൻ്റെ നേതാക്കന്മാർ, സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഒരു 75-80 പ്രതീക്ഷിച്ചിരുന്നത്. അത് 102ലേക്ക് എത്തിച്ചതാരാ? CPM-ൻ്റെ അണികളാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള CPM-ൻ്റെ അണികളാണ് അത് 102ലേക്ക് എത്തിച്ചത്. വിജയൻ വേണ്ട എന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ വിജയൻ തന്നെ ഏതാണ്ട് ഇഴഞ്ഞിഴഞ്ഞല്ലേ ജയിച്ചത്. 50,000-ത്തിലധികം വോട്ടിൽ ജയിച്ച വിജയൻ ഇപ്പോൾ 18,000 വോട്ട് കട്ടിച്ച് ജയിക്കുന്നു. ആ വിജയനെ വേണ്ട എന്ന് ഐക്യകണ്ഠേന ജനങ്ങൾ മുഴുവൻ, പാർട്ടി അണികൾ മുഴുവൻ പറഞ്ഞു. നമ്മൾ ഓർക്കുന്നില്ലേ 2004 അന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും LDF ജയിച്ചു. അന്ന് UDF-ആണ് അധികാരത്തിലിരുന്നത്. അന്നല്ലേ AK ആന്റണി മാറിയത് 2004. 2016 LDF അധികാരത്തിൽ വന്നു, UDF പ്രതിപക്ഷത്തായി. അന്ന് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അല്ലായിരുന്നു. ആ ഉമ്മൻചാണ്ടി മാറി രമേശ് ചെന്നിത്തല വന്നില്ലേ സുഹൃത്തുക്കളെ? ആ തോൽവിയെ തുടർന്നല്ലേ അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റം ഉണ്ടായത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ രമേശ് ചെന്നിത്തല മാറി VD സതീശൻ വന്നില്ലേ? അപ്പം UDF-ൻ്റെ അനുഭവം എന്താ? ജനവിധി തിരിച്ചായാൽ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ മുന്നണിയെ നയിച്ചവരാരാണോ അവർ മാറുക എന്നുള്ള കീഴ്വഴക്കമാണ് UDF-ൽ ഉണ്ടായിരുന്നത്. എന്നാൽ LDF-ൽ അതാണോ? LDF-ൽ 2019 മുതലുള്ള അനുഭവം നമ്മളൊന്ന് എടുത്തേ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ LDF തോറ്റു. പിണറായി അനങ്ങിയോ? അനങ്ങിയില്ല. 2021 കോവിഡിൻ്റെയൊക്കെ കാലഘട്ടം കൊണ്ട് പിണറായി വീണ്ടും അധികാരത്തിൽ വന്നു. 2024 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ LDF തോറ്റില്ലേ? പിണറായി വിജയൻ അനങ്ങിയോ? അനങ്ങിയില്ല, അവിടെ തന്നെ ഇരുന്നു. 2025 ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ
അടിമുടി അടപടലം UDF LDF തോറ്റില്ലേ? പിണറായി വിജയൻ അനങ്ങിയോ സുഹൃത്തുക്കളെ? അനങ്ങിയില്ല. ഇപ്പോൾ 19-ൽ തോറ്റു, പിണറായി വിജയൻ അനങ്ങിയില്ല. 24-ൽ തോറ്റു, പിണറായി വിജയൻ അനങ്ങിയില്ല. 25-ൽ തോറ്റു, പിണറായി വിജയൻ അനങ്ങിയില്ല. 26-ൽ അടിമുടി തോറ്റില്ലേ? അടിമുടി. ചുവപ്പ് കോട്ടകളെല്ലാം ആടി ഉലഞ്ഞില്ലേ? കണ്ണൂരിൽ ഉള്ള അവസ്ഥ എന്താ ഇപ്പോൾ ആലോചിച്ച് നോക്ക്. എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ അട്ടയെ പറിച്ചെറിയുന്നത് പോലെ പിണറായി വിജയനെ പറിച്ചെറിഞ്ഞിട്ടും ആ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണക്കാരനായിട്ടുള്ള പിണറായി വിജയനെ തന്നെ ഈ കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും പ്രതിപക്ഷ നേതാവായി വീണ്ടും അവരോധിച്ചു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളെ കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമല്ലേ സുഹൃത്തുക്കളെ? കേരളത്തിലെ പാർട്ടി അണികളുടെ കരണത്തഴിക്കുന്നതിന് തുല്യമല്ലേ സുഹൃത്തുക്കളെ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏക മുദ്രാവാക്യം പിണറായി വേണ്ട എന്നുള്ളതായിരുന്നില്ലേ? ആ ജനങ്ങൾക്ക് വേണ്ടാത്ത, ആ കേരളത്തിലെ വനിതകൾക്ക് വേണ്ടാത്ത, കേരളത്തിലെ പാർട്ടി അണികൾക്ക് വേണ്ടാത്ത വന്യവയോധികൻ, രോഗാതുരൻ, അഴിമതി ആരോപണ വിധേയൻ, ഏകാധിപതി, ജനങ്ങളോട് ഏറ്റവും മോശമായി പെരുമാറുന്നവൻ, ചോദിക്കുന്നവനോട് വീട്ടിൽ പോയിരിക്കെ എന്ന് പറയുന്നവൻ, മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ കീറക്കടലാസിനെ പോലെ ചുരുട്ടി എറിഞ്ഞ മനുഷ്യനെ വീണ്ടും പ്രതിപക്ഷ നേതാവായി അവരോധിച്ചിട്ട് ആര് പകരം എന്ന് ചോദിക്കുകയാണ് ഇവിടുത്തെ കഴിവുകെട്ട CPM-ന്റെ നേതൃത്വം. ആലോചിച്ച് നോക്ക്. തിരിച്ചു വരാനൊന്നും ഒരു പരിപാടിയും ഇവർക്കില്ല എന്നതിന് ഇതിനപ്പുറത്ത് തെളിവുണ്ടോ സുഹൃത്തുക്കളെ? ഇയാളെ മുഖ്യമന്ത്രിയായിട്ട് മത്സരിപ്പിച്ചത് എങ്ങനെയാ? ഇളവ് നൽകിയല്ലേ മത്സരിപ്പിച്ചത്? 75 വയസ്സായിരുന്നില്ലേ പ്രായപരിധി? ഇയാൾക്ക് 81 വയസ്സുണ്ടായിരുന്നു. ഇയാൾക്ക് ഇളവ് നൽകിയല്ലേ മത്സരിപ്പിച്ചത്? അത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ലേ ഇളവ് നൽകി മത്സരിപ്പിച്ചത്? പ്രതിപക്ഷ നേതാവാകാൻ ആ ഇളവ് നൽകിയിരുന്നോ? നൽകിയില്ലായിരുന്നല്ലോ. എന്നിട്ടും അയാൾ തന്നെ തുടരുന്നു എന്ന് പറയുമ്പോൾ എത്ര ദയനീയമാണ് ഇവിടുത്തെ CPM-ന്റെ സ്ഥിതി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പോളിറ്റ് ബ്യൂറോയിൽ പോലും 4-5 പേര് ഇയാളെ മാറ്റണം എന്ന് പറഞ്ഞു എന്നല്ലേ പറയുന്നത്? ഇത്രയും വലിയൊരു തിരിച്ചടി നേരിടുമ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 2001-ൽ LDF-ന് 47 സീറ്റേ കിട്ടിയുള്ളൂ. പക്ഷെ അന്ന് പ്രതിപക്ഷത്തെ നയിക്കാൻ വന്നത് ആരാ? സാക്ഷാൽ VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദൻ കഴിഞ്ഞ അതിനുശേഷമുള്ള 5 വർഷം നടത്തിയ ഐതിഹാസികമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ആ സ്ഥാനത്ത് ഈ രോഗാതുരൻ, ഈ ആരോപണ വിധേയൻ, ഈ ഏകാധിപതി, ഈ ജനങ്ങളോട് വളരെ അരഗൻ്റായി കാലസായിട്ടും പെരുമാറുന്ന ഈ രോഗാതുരനെ വീണ്ടും പിടിച്ചു വെക്കുകയാണ്. എന്തൊരു അസംബന്ധമാണ് ഇത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ ചോദിക്കട്ടെ, ബാലഗോപാൽ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ചെറുപ്പക്കാരനല്ലേ? അയാൾക്ക് എത്രയോ ഊർജിതമായി ഈ പ്രതിപക്ഷത്തെ കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ ഈ പാർട്ടിക്ക് തിരിച്ചു വരാൻ ഉദ്ദേശമില്ല എന്നല്ലേ അത് കാണിക്കുന്നത്? എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനത് പല വീഡിയോകളിലും വേറെയും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ അണികൾ, CPM-ന്റെ അണികൾ ഈ കീറക്കടലാസിനെ, ഈ ഏകാധിപതിയെ, ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വേണ്ടാത്ത ഈ വന്ധ്യവയോധികനും രോഗാതുരനുമായിട്ടുള്ള മനുഷ്യനെ ആ സ്ഥാനത്ത് ഇരുത്തില്ല എന്ന് 150% ഞാൻ വിശ്വസിക്കുന്നു. എന്താ ഇപ്പം ജില്ലാ കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ചകൾ കാണിക്കുന്നത്? എടുത്തുടുക്കുകയല്ലേ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ. അയാളെ എന്തൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ വിമർശനങ്ങൾ നമ്മൾ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം, പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ അധമനെ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും വേണ്ടാത്ത ഈ കീറക്കടലാസിനെ, കേരളത്തിലെ ജനങ്ങൾ ചവിട്ടിയെറിഞ്ഞ ഈ ഏകാധിപതിയെ, ഈ ആരോപണ വിധേയനെ, ഈ രോഗാതുരനെ, ഈ വയോവൃദ്ധനെ കേരളത്തിലെ CPM-ന്റെ അണികൾ ജൂൺ മാസത്തോടു കൂടി, കാരണം ജൂൺ മാസത്തിലാണ് ഏറ്റവും താഴെത്തട്ടിൽ ചർച്ചകൾ അവസാനിക്കുന്നത്, ആ ജൂൺ മാസത്തോടു കൂടി ഇയാൾ വേണ്ട, പിണറായി വിജയൻ വേണ്ട എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് CPM-ന്റെ കീഴ്വഴക്കങ്ങൾക്ക് എതിരായിരിക്കാം. കാരണം ഒരിക്കൽ തീരുമാനിച്ചാൽ അയാളെ മാറ്റില്ല എന്നൊക്കെയുള്ളതാണ്. ആ കീഴ്വഴക്കങ്ങളെല്ലാം പൊട്ടി തകരാൻ പോവുകയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ചീട്ടുകൊട്ടാരം പോലെ ആ കീഴ്വഴക്കങ്ങൾ തകരാൻ പോവുകയാണ്. അതുകൊണ്ട് പിണറായി വിജയ,
പിണറായി വിജയ എന്ന് ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞു, പിന്നെയും വിളിക്കുക വിജയ. ഞാൻ പറയുന്നു, വിജയൻ്റെ കാലാവധി ഈ ജൂൺ മാസം വരെ ഉള്ളൂ. ജൂൺ മാസമാകുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി അണികൾ വിജയനെ ചുരുട്ടിക്കൂട്ടി ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതിലേക്ക് ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെ ചർച്ചകൾ നടന്നല്ലോ. ആ ചർച്ച ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ഏരിയ കമ്മിറ്റിയിലേക്ക് പോയപ്പം അതിൻ്റെ രൂക്ഷത കൂടിയത് കണ്ടോ? ഇനി ഏരിയ കമ്മിറ്റിയിലെ ചർച്ചകളും കൂടെ കഴിഞ്ഞ് ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ തീവ്രത അതിനേക്കാൾ കൂടും. ബ്രാഞ്ച് കമ്മിറ്റിയിൽ ചെല്ലുമ്പോൾ അത് കത്തിപ്പടരും. വലിയൊരു തീഗോളമായി പിണറായി വിജയനല്ല വിജയനെതിരായിട്ടുള്ള ആ വിമർശനം വളരും. ആ വിമർശനത്തിൽ വിജയൻ കത്തിപ്പോകും എന്ന് ജൂൺ ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു.